ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന വാർത്തയിലേക്കാണ്. മ്യാൻമാറിൽ മനുഷ്യക്കടത്തു സംഘത്തിന്റെ പിടിയിൽപ്പെട്ട മലയാളി യുവാക്കൾ കുടുങ്ങിക്കിടക്കുന്നത് 5 മലയാളികളടക്കം 44 ഇന്ത്യക്കാരാണ്. ക്രൂരമർദ്ദനവും പീഡനവും എന്നും യുവാക്കൾ പറയുന്നു. പാസ്പോർട്ട് അടക്കം രേഖകൾ പിടിച്ചുവെച്ചുവെന്നും പറയുന്ന ഓഡിയോ സന്ദേശം മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ബാക്കിയെല്ലാവരും വേറെ റൂമിലാണ്. ഒരാളെ ഓരോ റൂമിലിട്ട് പൂട്ടിയിട്ടേ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ 3 ആൾ ഇവിടെ ഉണ്ട്. ബാക്കിയെല്ലാവരും വേറെ റൂമിലാണ്. ഒരാളെ ഓരോ റൂമിലിട്ട് പൂട്ടിയിട്ടേ. പലയാളും പല രീതിയിലേക്കാണ് ഇവിടത്തേക്ക് വന്നത്. ഒരാള് ഫുഡ് പാക്കിങ്, പലയാള് ഓസ്ട്രേലിയയിൽ നിന്നിട്ട് വന്നു, പലയാള് ഇംഗ്ലണ്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്നാണ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് വന്നു. എല്ലാവരും ബാങ്കോക്കിലേക്ക് നിന്നിട്ട് വന്നതാണ്. ഇപ്പം എത്തിയത് മ്യാൻമാറിലേക്ക്. ഇപ്പൊ ഇവിടുന്ന് വേറെ ഇതില്ല, അങ്ങോട്ട് അനങ്ങേണ്ട ഇത് കാണുന്നില്ല. അത്ര ആൾക്കാരും നമ്മളെ ചുറ്റുമുണ്ട്. എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ US ബേസ്ഡ് കമ്പനിയാണ്. ഇവർക്ക് 17 ബ്രാഞ്ചോളം ഉണ്ട്. ലണ്ടനിലും ഉണ്ട്. അപ്പോൾ നിന്നെ ചിലപ്പം അങ്ങോട്ടേക്ക് മാറ്റും. 1 മാസത്തെ ഇത് നോക്കിയിട്ട് നിന്നെ അങ്ങോട്ടേക്ക് മാറ്റും. അപ്പോൾ വന്നിട്ട് ഇതുവരെ നമുക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. പിന്നെ റൂം ടു ഓഫീസ്, ഓഫീസ് ടു റൂം. അതിന് ആരും എതിർക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയിട്ട് വേറെ റൂമിലിട്ടിട്ട് നല്ലോണം തല്ലും. ഫുഡൊന്നും ഇല്ലാണ്ട് ഒരാഴ്ചത്തോളം. ഒരു കൊല്ലം സ്വദേശി ഉണ്ടായിന്, ജിഷ്ണു PS നട്ട്. ഒരുപാട് ഉപദ്രവിച്ചു. അവനിപ്പോൾ 2 ദിവസമായിട്ട് മിസ്സിങ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് അവരായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ഒരു റീപ്ലേയോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ലാസ്റ്റ് KC വേണുഗോപാൽ സാറിനെ ബന്ധപ്പെട്ടത്. സാറ് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാം വേണ്ട ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് മൊബൈൽ കിട്ടോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇല്ലെങ്കിൽ ഈ പിള്ളേരൊന്നും 47 ആൾക്കാരുണ്ട്. ഇവരൊന്നും ഒരു വഴിയിൽ നോക്കണം, ഞാനെങ്കിൽ നാട്ടിലെത്തിക്കാൻ വേണ്ടി നോക്കണം. പബ്ലിക് ആക്കിയാൽ അവർ രക്ഷപ്പെടാമെന്നില്ല പേടിയാണ്. മറ്റവർ രക്ഷപ്പെടും, നമ്മൾ ബാക്കിയാവും. അങ്ങനെ ആവുമെന്നുള്ളൊരു വീട്ടിലുള്ളത്. അവർക്ക് അവിടെ എല്ലാ ആൾക്കാരുണ്ടായതുകൊണ്ട് അറിയും. നിങ്ങളെ എങ്ങനെ ഫേസ്ബുക്ക് വഴിയാണോ ഇവരുടെ ഇതിൽ പെട്ടത്? ആണോ? നിങ്ങൾ 5 പേര് എവിടുത്തുകാരൊക്കെയാ? 3 ആള് കാസർഗോഡാറ്, പിന്നെ ഒരു തിരുവനന്തപുരക്കാരൻ, ഒരു കൊല്ലക്കാരൻ. ആണോ? ബാക്കിയെല്ലാം നോർത്ത് ഇന്ത്യക്കാരാണ്. ആണല്ലേ? ടോട്ടല് 47 ഇവിടെ. 47. ഈ തിരുവനന്തപുരംകാരൻ്റെ നമ്പർ എനിക്കൊന്ന്, കോൺടാക്ട് നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരുടെ നിങ്ങളുടെ എല്ലാം നാട്ടിലെ കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്തേക്കാമോ എൻ്റെ ഈ നമ്പറിലേക്ക്? ഇതേ ഉള്ളൂ, ഈ വാരാർക്കും ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല. ആണോ? അല്ല, അവരുടെ വീടുകളുടെ അഡ്രസ്സോ അവരെ നാട്ടിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന, അവരുടെ ബന്ധുക്കളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും? എനിക്ക് തന്നെ ഇപ്പൊ ഫോൺ കിട്ടിയതെന്ന് പറഞ്ഞാല് ഞാൻ ഇവരെ കൂടെ നിൽക്കാൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് എന്ത് ചെയ്തു തരാം, ബാങ്ക് അക്കൗണ്ട് ചെയ്തു തരാം, പിന്നെ അതേപോലെ ഇതാക്കി തരാം, അങ്ങനെ ആക്കി തരാം, ഇങ്ങനെ ആക്കി തരാം. ഇവരെ അങ്ങനെ ഞാൻ ഇതാക്കിയത് കൊണ്ടാണ് എനിക്ക് ഈ ഫോൺ കിട്ടിയത്. അപ്പൊ എന്റെ ഫോണിലൊന്നും ഇല്ല, കോൺടാക്ട് ഇല്ല, ഒന്നുമില്ല. ഈ തിരുവനന്തപുരംകാരൻ തിരുവനന്തപുരത്ത് എവിടെ ഉള്ളതെന്നറിയാമോ? തിരുവനന്തപുരക്കാരൻ എവിടെ ഇല്ലെന്നറിയില്ല. ശരി. അനന്തകൃഷ്ണൻ വിവരങ്ങൾ വേണ്ട. അനന്ത്, ഞെട്ടിപ്പിക്കുന്നതാണ്. പല മറ്റു വിദേശങ്ങളിലേക്ക്, UK യിലേക്ക്, കാനഡയിലേക്ക്, ഓസ്ട്രേലിയയിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ജോലിക്ക് എന്ന നിലയിൽ പോയവർ മ്യാൻമറിൽ പെട്ടുപോകുന്നു. മനുഷ്യക്കടത്ത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഈ കാണുന്നൊരു ടോയ്ലറ്റിൻ്റെ ഉള്ളിലാണ് ആളുകൾ കുത്തിയിരുന്ന്, എനിക്ക് തോന്നുന്നു കാണുമ്പോൾ തന്നെ കൈകൂപ്പി പോവുകയാണ്, എങ്ങനെയും രക്ഷപ്പെടുത്തണം. ഇതെങ്ങനെ സംഭവിച്ചു അനന്തത്? നിമിഷം ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് മാതൃഭൂമി ന്യൂസ് ഈ ഒരു മണിക്കൂറിൽ പുറത്തുവിടുന്നത്. മാത്രമല്ല, ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച കൂടിയാണ് മാതൃഭൂമി ന്യൂസിലൂടെ നമ്മൾ കാണുന്നത്. ഈ ജീവിതം കരുപിടിപ്പിക്കാനായി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന യുവാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ അവർക്ക് വേണ്ടി ഒരുക്കുന്ന ചൂണ്ടകൾ, അതായത് വിദേശത്ത് വലിയ തുകയ്ക്ക് ശമ്പളമുണ്ട് എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ജോലി വാഗ്ദാനം നൽകിയുള്ള പരസ്യങ്ങൾ, ഈ പരസ്യത്തിൽ കൊത്തിപ്പോയതിൻ്റെ തെറ്റാണ് ഈ യുവാക്കൾ ചെയ്തത്.
സോഷ്യൽ മീഡിയയിൽ വന്ന ഈ വിദേശ ജോലി വാഗ്ദാനത്തിൽ കുരുങ്ങി അകപ്പെട്ടു പോയ യുവാക്കളുടെ ദീനരോധനമാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കേൾക്കുന്നത്. ഈ 5 മലയാളികളടക്കം 47 ഇന്ത്യക്കാർ, അതിൽ ഈ 5 ഇന്ത്യക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും വടക്കേ ഇന്ത്യക്കാരാണ്. ഇവരെല്ലാം ഈ സമൂഹ മാധ്യമങ്ങളിൽ ജോലി വാഗ്ദാനം എന്ന പരസ്യത്തിൽ കുരുങ്ങി ഇവിടെ ഈ മ്യാൻമാറിൽ എത്തിപ്പെട്ടവരാണ്. ഇവർ പറയുന്നത് UK-യിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഫുഡ് പ്രോസസ്സിംഗ് അതുപോലെ തന്നെ പാക്കിംഗ് അടക്കമുള്ള ജോലികൾ വാഗ്ദാനം ചെയ്തുള്ള പരസ്യമാണ് കണ്ടത്. അങ്ങനെയാണ് ഇവരുടെ വലയിൽ കുടുങ്ങിയത്. അതിനുശേഷം ഓരോരുത്തരും 5 ലക്ഷത്തിലധികം രൂപ ഈ ജോലിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ഇവരോട് പറഞ്ഞിരുന്നത് ഇവരെ ആദ്യം ബാങ്കോക്കിലെത്തിക്കും, അവിടെ ചില പരിശീലനങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഈ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ UK-യിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ കൊണ്ടുവിടാം എന്നുള്ളതാണ്. പക്ഷേ ഇവരെ ഈ ബാങ്കോക്കിലേക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവരെ എത്തിച്ചത് മ്യാൻമാറിലാണ്. മ്യാൻമാറിൽ ഇവർ നൽകുന്ന വിവരം അനുസരിച്ച് അവരിപ്പോൾ മ്യാൻമാറിലെ ഡോങ്മൈ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോഴുള്ളത്. അവരൊരു കെട്ടിടത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആ കെട്ടിടത്തിൽ ഇവരെ ഈ ഒരു കാര്യം, എങ്ങനെയാണ് ഇവരെ മ്യാൻമാറിലേക്ക്, ഇപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മീറ്റിംഗ് പോയിന്റ് ഇവർക്കുണ്ടായിരുന്നോ, അവിടുന്ന് ബാങ്കോക്കിലേക്ക് എന്ന് പറഞ്ഞുള്ള യാത്രയാണോ, ആ യാത്രാ സംവിധാനം എങ്ങനെയായിരുന്നു, എങ്ങനെ മ്യാൻമാറിൽ എത്തിയവർ? ഇവരെല്ലാം വിമാനമാർഗമാണ് ഇവിടെ നിന്ന് മ്യാൻമാറിലേക്ക് കൊണ്ടുപോയത്. ബാങ്കോക്കിലേക്കെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ബാങ്കോക്കിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് മ്യാൻമാറിലേക്ക് ഇവരെ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. ഇവർ പറയുന്നത് ഇത് മനുഷ്യക്കടത്ത് സംഘം ആണ് എന്നുള്ളതാണ്. ഇവരിപ്പോൾ ഒരു കെട്ടിടത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ കെട്ടിടത്തിൻ്റെ സ്വഭാവം ഇവർ പറയുന്നത് ഇതിൻ്റെ മുകൾ നിലയിൽ സൈബർ തട്ടിപ്പ് സംഘങ്ങൾ അവരുടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് മുൻപേ വന്ന മലയാളികളായിട്ടുള്ള ആൾക്കാരടക്കം ഈ സൈബർ തട്ടിപ്പ് വലയിൽ കുരുങ്ങി ആ മുകളിലത്തെ നിലയിലൊക്കെ അവർ ആ ജോലി, അതായത് അവർ പറയുന്നത് ആ ജോലിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഈ നമ്മുടെ മലയാളികൾ അടക്കമുള്ള ഇന്ത്യയിലേക്ക് കോളുകൾ വിളിക്കുക, ആൾക്കാരെ പല രീതിയിൽ പ്രണയമൊക്കെ നടിച്ച് വലവീശി പിടിക്കുക, അതിനുശേഷം അവരുടെ പണം തട്ടിയെടുക്കുക എന്നുള്ള അങ്ങനത്തെ സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഇവരെ എല്ലാവരെയും ബാങ്കോക്കിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നേരെ മ്യാൻമറിലേക്ക് എന്ത് പറഞ്ഞാണ് അപ്പോൾ കൊണ്ടുപോയത്? എനിക്ക് തോന്നുന്നു ഇവർക്കൊരു സംശയത്തിനിടയാക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ലേ? മറ്റ് UK-യിലേക്ക് ഓസ്ട്രേലിയയിലേക്കൊക്കെ പരിശീലനത്തിന് ശേഷം കൊണ്ടുപോകാമെന്ന് പറഞ്ഞവർ മ്യാൻമറിലേക്ക് കൊണ്ടുപോകുന്നത് എന്ത് പറഞ്ഞാണ് ഇവരെ അതിൽ വീഴ്ത്തിയത്? ഇവരെ ഈ മ്യാൻമാറിലേക്ക് കൊണ്ടുപോയത് പരിശീലനം എന്ന് പറഞ്ഞിട്ടാണ്. അവരത് വിശ്വസിച്ചാണ് ഇവരുടെ കൂടെ പോയത്. അവിടെ എത്തുമ്പോഴാണ് അവർ അകപ്പെട്ടിരിക്കുന്നത് ഒരു മനുഷ്യക്കടത്ത് സംഘത്തിൻ്റെ കയ്യിലാണ് എന്നുള്ള ബോധ്യം വന്നത്. അതിനുശേഷം ഇവർ പ്രതികരിക്കാൻ തുടങ്ങി, ഇവർക്ക് നാട്ടിൽ പോകണമെന്നൊക്കെ പറയാൻ തുടങ്ങി. അതോടെയാണ് ക്രൂരമായ മർദ്ദനം തുടങ്ങിയത്. ഈ മഷൂദ് അലി കാസർഗോഡ് സ്വദേശിയാണ്. ഇയാൾ ഉൾപ്പെടെ 3 കാസർഗോഡുകാരും ഒരു കൊല്ലം സ്വദേശി ജിഷ്ണുവും മറ്റൊരു തിരുവനന്തപുരം സ്വദേശിയുമാണ് 5 മലയാളികൾ. അതിൽ ജിഷ്ണു കഴിഞ്ഞ ദിവസം ഇവരോട് കയർക്കുകയും വീട്ടിൽ പോകണമെന്നൊക്കെ പറയുകയും ചെയ്തു. പിന്നീട് ജിഷ്ണുവിനെ ഇവരുടെ ഗ്രൂപ്പിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോവുകയാണ് ചെയ്തത്. അയാൾക്ക് ഒരു മുറിയിൽ വെച്ച് വലിയ ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. പിന്നീട് ജിഷ്ണുവിനെ പറ്റി യാതൊരു വിവരവും ലഭിച്ചില്ല. ഇതോടുകൂടിയാണ് ഈ മഷൂദ് അലി അടക്കമുള്ളവർക്ക് ആശങ്കയായത്. അങ്ങനെ മഷൂദ് അലി സൂത്രത്തിൽ ഒരു ഫോൺ തരപ്പെടുത്തിയ ശേഷമാണ് നമ്മളെ കോൺടാക്ട് ചെയ്തത്. മാത്രമല്ല മഷൂദ് അലി KC വേണുഗോപാൽ, അതായത് മഷൂദ് അലി പറയുന്നത് ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെട്ടു, പക്ഷേ ഒരു പ്രതികരണവും ഉണ്ടായില്ല. തുടർന്നാണ് KC വേണുഗോപാൽ MP വിളിച്ചു പറഞ്ഞത്. അതോടുകൂടി KC വേണുഗോപാൽ അതിൽ ഇടപെടാമെന്ന് വാഗ്ദാനം നൽകുകയും അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തിനടക്കം ശരി